ഉമ്മയ്ക്കും ഗർഭിണിയായ ഭാര്യയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാൻ ആഗ്രഹിച്ച് വിമാനം കയറുമ്പോൾ നജീബ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല അവന് ഇത്രയും കൊടൂര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ വായിച്ച് എല്ലാ മലയാളികളും ഏറെക്കാലം കാത്തിരുന്ന ഒരു പൃഥ്വിരാജ് ചിത്രമാണ് ആടുജീവിതം. തന്റെ കുടുംബത്തിനൊരു നല്ല ജീവിതം കൊടുക്കാൻ ആഗ്രഹിച്ച് പ്രവാസിയാകുന്ന നജീബ് നല്ല ജോലിയും ശമ്പളവും ജീവിതവും കുതിച്ചെത്തി അയാൾ അനുഭവിക്കേണ്ടി വരുന്നതോ കൊടിയ യാതനകളും. ശേഷം അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത്? സാധാരണ മനുഷ്യന് നിറകണ്ണുകളോടെ മാത്രം കണ്ടിരിക്കാൻ കഴിയുന്ന ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ നജീബാകാനുള്ള പ്രയത്നങ്ങൾ തന്നെയാണ് ഹൈലൈറ്റ്. നേരെ വീഡിയോയിലേക്ക് പോകാം. എയർപോർട്ടിൽ ചെക്കൗട്ട് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നജീബ്. 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള നജീബ് ഉദ്യോഗസ്ഥന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹക്കീം എന്നൊരു പയ്യൻ അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിലേക്ക് വന്ന ഹെൽപ്പേഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ തന്റെ സ്പോൺസറിന് വേണ്ടി ഏറെ നേരം കാത്തു നിൽക്കുന്നുവെങ്കിലും ആരും തന്നെ വരുന്നില്ല. രണ്ടാൾക്കും ഭാഷയും വശമില്ല. അവരുടെ കയ്യിലോ കൂട്ടാൻ വരുന്ന ആളിന്റെ ഫോൺ നമ്പരുമില്ല. അങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുന്ന അവരെ അവിടെ വെച്ച് കണ്ട ഒരു മലയാളി നജീബിനെ അങ്ങോട്ട് കയറ്റിവിട്ട ഏജന്റിനെ വിളിച്ച് നോക്കുന്നെങ്കിലും അവിടെയും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ആകെ വിഷമിച്ചിരിക്കെ പെട്ടെന്ന് ഒരു അറബി അവിടേക്ക് വന്ന് നജീബിന്റെയും ഹക്കീമിന്റെയും പാസ്പോർട്ട് വാങ്ങി നോക്കിയ ശേഷം അവരെ ഒരു വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു. വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ട്രക്ക്. ഇതെന്താ നമ്മുടെ കൂടെ വന്നവരെല്ലാം കാറിലല്ലേ പോയെ എന്നവര് സംശയിക്കുന്നുവെങ്കിലും ഒന്നും പറയാതെ ആ ട്രക്കിൽ യാത്ര തുടരുന്നു. പോകെ പോകെ പട്ടണവും കെട്ടിടങ്ങളുമൊക്കെ വിട്ട് തീർത്തും ഒറ്റപ്പെട്ട ഒരു മരുഭൂമിയിലേക്കാണ് വണ്ടി എത്തിപ്പെടുന്നത്. അവിടെ എത്തിയിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ പോലും കഴിയാത്ത ടെൻഷനിലാണ് ഹക്കീമും നജീബും. വണ്ടിയിൽ അങ്ങനെ ഏറെ ദൂരം യാത്ര ചെയ്ത് മരുഭൂമിക്ക് നടുവിൽ തീർത്തും വിജനമായ ഒരു സ്ഥലത്ത് ഹക്കീമിനെ വണ്ടിയിൽ നിന്നും ആ അറബി ഇറക്കി വിടുന്നു. നജീബ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അറബി അതിന് സമ്മതിക്കുന്നില്ല. നജീബിനോട് വണ്ടിയിലേക്ക് കയറാൻ പറയുമെങ്കിലും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ ഹക്കീമും നജീബും നിൽക്കും. പെട്ടെന്ന് അവിടെ ഒരു അറബി വരികയും ഹക്കീമിനെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം അയാൾ ഗേറ്റ് അടയ്ക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചാണ് താമസം പറഞ്ഞിട്ടുള്ളത്, സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ് എന്നൊക്കെ അവർ പറഞ്ഞു നോക്കുമെങ്കിലും അറബികൾ അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഹക്കീമിനെ അവിടെയാക്കി നജീബിന് തല്ലൊക്കെ കൊടുത്ത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. പിന്നെയും കുറേ ദൂരം നജീബിനെയും കൊണ്ട് വണ്ടി നീങ്ങുന്നു. ശേഷം വളരെ വൃത്തിഹീനമായ മറ്റൊരു ടെന്റിനടുത്ത് വണ്ടി നിർത്തി നജീബിനോട് ഇറങ്ങാൻ പറയുന്നു. എവിടെയാണെന്നോ എന്താണെന്നോ നജീബിന് ഒന്നും മനസ്സിലാകുന്നില്ല. പൊടിക്കാറ്റടിച്ച് നജീബിന് കണ്ണുകൂടി കാണില്ല. അവിടെ നിന്ന് മറ്റൊരു അറബി വന്ന് നജീബിനെ കൂട്ടിക്കൊണ്ടുപോകും. നജീബിനെ കൂട്ടിക്കൊണ്ടുവന്ന അറബി വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുന്നു. നിറയെ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ താമസിപ്പിക്കുന്ന ഒരു മസറയായിരുന്നു അത്. അവിടെ പ്രായമായി വികൃത രൂപമുള്ള ഒരാളെ നജീബ് കാണുന്നു. അയാൾ എന്താണ് പറയുന്നതെന്ന് പോലും നജീബിന് മനസ്സിലാകുന്നില്ല. അയാളോട് വെള്ളം ചോദിക്കുമ്പോൾ അവിടെയുള്ള ഒരു വാട്ടർ ടാങ്ക് അയാൾ നജീബിന് കാട്ടിക്കൊടുക്കുന്നു. അല്പം വെള്ളം കുടിച്ചിട്ട് എവിടെ കിടക്കണമെന്ന് അറിയാത്തതുകൊണ്ടും പുറത്ത് ഭയങ്കര തണുപ്പും പൊടിക്കാറ്റുമായതുകൊണ്ടും ടെന്റിനകത്തേക്ക് നജീബ് കയറി കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ അയാളിലേക്ക് നാട്ടിലെ ഓർമ്മകൾ വരുന്നു. നാട്ടിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായിരുന്നു നജീബ്. പണിയെടുക്കുന്നതിനിടെ കൂടെ ജോലി ചെയ്യുന്ന സന്തോഷിന്റെ അളിയൻ കരുവാറ്റ ശ്രീകുമാർ ഗൾഫിൽ നിന്ന് വന്നതായും അയാളുടെ കയ്യിൽ 2 വിസ ഉള്ളതായും കൂട്ടുകാർ പറയുന്നത് നജീബും കേൾക്കും. അതേക്കുറിച്ച് നജീബ് ചോദിക്കുമ്പോൾ വിസയ്ക്ക് 30,000-ഓളം രൂപയാകും, നീ കാശ് സംഘടിപ്പിച്ചോ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ സന്തോഷ് നജീബിനോട് പറയും. അങ്ങനെ ഉണ്ടായിരുന്ന വീടും പുരയിടവും പണയപ്പെടുത്തിയ കാശുമായി നജീബ് കരുവാറ്റ ശ്രീകുമാറിനെ വന്ന് കണ്ട് പൈസയൊക്കെ കൊടുക്കുന്നു. ശേഷം നജീബിന്റെ വീട്ടിൽ ഗൾഫിൽ പോകുന്ന നജീബിന് കൊണ്ടുപോകാനുള്ള അച്ചാറും വറ്റിലും മറ്റും തയ്യാറാക്കുകയാണ് ഭാര്യ സൈനുവും ഉമ്മയും. അവിടേക്ക് വരുന്ന നജീബ് ഉമ്മയോടും സൈനുവിനോടും കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നതും ഉറക്കത്തിൽ നിന്ന് ചവിട്ടുകൊണ്ട് നജീബ് പെട്ടെന്ന് ഞെട്ടി ഉണരും. തന്റെ ടെന്റിൽ കയറി കിടന്നതിന് അറബി നജീബിനെ അടിച്ച് പുറത്തിറക്കുന്നു. വെളിയിലേക്ക് എടുത്തിട്ട ബാഗിൽ നിന്നും നജീബ് ഭാര്യ കൊടുത്തുവിട്ട അച്ചാറുകുപ്പി പൊട്ടിയോ എന്നാണ് ആദ്യം നോക്കുന്നത്. ആടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ടാണ് പിറ്റേന്ന് രാവിലെ നജീബ് ഉണരുന്നത്. ഉറക്കമെണീറ്റ് നോക്കുന്ന നജീബ് കാണുന്നത് തലേന്ന് രാത്രി കണ്ട രൂപമിരുന്ന് ആടുകളെ കറക്കുന്നതാണ്. അതൊരു പ്രായമായ ഹിന്ദിക്കാരനായിരുന്നു. നജീബ് അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും അയാൾ പറയുന്ന ഹിന്ദിയൊന്നും നജീബിന് മനസ്സിലാകുന്നില്ല. അയാൾ ആടിന്റെ കുറച്ച് പാല് കറന്നെടുത്തു കൊടുത്തിട്ട് മുതലാളിക്ക് കൊടുക്കാൻ നജീബിനോട് പറയുന്നു. എന്നാൽ അത് മനസ്സിലാകാതെ നജീബ് പാല് കുടിക്കും. പെട്ടെന്ന് അയാൾ വഴക്കും പറഞ്ഞുകൊണ്ട് വീണ്ടും പാലെടുത്തൊരു പാത്രത്തിലാക്കി
മുതലാളിയുടെ ടെന്റിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴാണ് നജീബിന് കാര്യം മനസ്സിലാകുന്നത്. അറബിക്ക് പാല് കൊണ്ടു കൊടുത്തിട്ട് എന്നെ ഇവിടുന്ന് വിടണം, ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു നോക്കുമെങ്കിലും അയാൾ നജീബിനെ അടിച്ചോടിക്കുന്നു. അങ്ങനെ നജീബ് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ നജീബിനെ അവിടെ കൊണ്ടുവന്ന് വിട്ട അറബി പിന്നെയും അങ്ങോട്ട് വരും. അയാളോട് ചെന്ന് തന്നെ കമ്പനി ജോലിക്കാണ് കൊണ്ടുവന്നത്, ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണമെന്നൊക്കെ കരഞ്ഞു പറഞ്ഞു നോക്കുമെങ്കിലും അയാൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. തന്നെയുമല്ല, അവര് നജീബിനെ കളിയാക്കുകയും ചെയ്യുന്നു. കരുവാറ്റ ശ്രീകുമാറിന് നൽകിയ കാശിന്റെ കണക്കും ഏജന്റ് കൊടുത്ത നമ്പരുമൊക്കെ നജീബ് അറബിയെ കാണിക്കുമെങ്കിലും അയാൾ ആ ചെറിയ ഡയറി വാങ്ങി കീറി കാറ്റിൽ പറത്തി കളയുകയാണ് ചെയ്യുന്നത്. അതോടെ താൻ പൂർണ്ണമായും പെട്ടുപോയതാണെന്ന് നജീബിന് മനസ്സിലാകും. എന്തു ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന് നജീബ് അങ്ങനെ ഇരിക്കുന്നു. ശേഷം നജീബിന് കുബൂസും പച്ചവെള്ളവും കഴിക്കാൻ അവർ കൊടുക്കും. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നജീബ് അത് കഴിക്കുകയും ചെയ്യുന്നു. നജീബ് അവിടെ കണ്ട ആ ഹിന്ദിക്കാരനോട് മെയിൻ റോഡ് എവിടെയാണെന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നെങ്കിലും മെയിൻ റോഡ് കുറെ ദൂരെയാണെന്ന് മാത്രം അയാൾ പറയും. വീട്ടിലോ മറ്റാരെയെങ്കിലുമോ തൻ്റെ അവസ്ഥ അറിയിക്കാനാകാതെ നജീബ് വിഷമിക്കുന്നു. സൈനുവിൻ്റെ ഓർമ്മകൾ രാത്രിയാകുമ്പോൾ നജീബിന് വീണ്ടും വരും. പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണെങ്കിൽ നബീലെന്നും പെണ്ണാണെങ്കിൽ സഫിയ എന്നും പേരിടണമെന്നൊക്കെ സൈനുവും നജീബും സ്വപ്നം കണ്ടിരുന്നു. ഉള്ള വീടൊന്ന് നന്നാക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അവരൊരുമിച്ചിരുന്ന് പറയുന്നതൊക്കെ നജീബ് സ്വപ്നം കണ്ടുറങ്ങും. അങ്ങനെ ആ ദിവസവും കഴിയുന്നു. പിറ്റേന്ന് രാവിലെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി അല്പം വെള്ളമെടുത്തതിന് വരെ നജീബിനെ അറബി തല്ലുന്നു. ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ വന്ന വണ്ടിക്കാരനോട് തന്നെയും കൂടി കൊണ്ടുപോകുമോ എന്ന് നജീബ് ചോദിക്കുന്നത് കേട്ടുവരുന്ന അറബി നജീബിനെ വീണ്ടും ഒരുപാട് തല്ലും. അങ്ങനെ ബോധം പോയി നജീബ് വെയിലത്ത് ആ മണലിൽ തന്നെ കിടക്കുന്നു. ശേഷം വീണ്ടും കാണിക്കുന്നത് നാട്ടിൽ സൈനുവിനോടൊപ്പമുള്ള ഒരു ഓർമ്മയാണ്. അവളെ കല്യാണം കഴിക്കുന്നതും അവളോടൊപ്പം സന്തോഷമായി ചെലവഴിച്ച ദിവസങ്ങളുമൊക്കെ നജീബ് ഓർക്കുന്നു. വീണ്ടും പ്രസന്റിൽ ആകെ സംസാരിക്കാനുള്ളത് അവിടെ കണ്ട ആ ഹിന്ദിക്കാരൻ മാത്രമായിരുന്നു. അയാളോട് ഇവിടെ വന്നിട്ട് എത്ര നാളായെന്ന് നജീബ് വന്ന് ചോദിക്കുമെങ്കിലും ശരിക്കും അയാൾക്കും അത് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അകത്ത് കടന്നവർക്കാർക്കും പുറത്തു കടക്കാൻ കഴിയില്ലെന്നർത്ഥം വരുന്ന ഒരു ഹിന്ദി പാട്ട് പാടി അവശനായ അയാൾ അവിടെ നിന്നും വേച്ച് നടന്നു പോകുന്നു. പിറ്റേന്ന് രാവിലെ ഹിന്ദിക്കാരനെ വിളിച്ച് ദേഷ്യപ്പെടുന്ന അറബിയുടെ ശബ്ദം കേട്ടാണ് നജീബ് ഉണരുന്നത്. നജീബിനെ കാണുന്നതും തനിക്ക് പാല് കറന്നു തരാൻ അയാൾ നജീബിനോട് പറയുന്നു. നജീബിനാണെങ്കിലോ അത് തീരെ വശമില്ലാത്ത കാര്യമായിരുന്നതുകൊണ്ട് തന്നെ ആടിന്റെ തൊഴിയും കിട്ടുന്നു. അറബി നജീബിനെ കുറെ ചീത്ത പറഞ്ഞ് പാലും കൊണ്ടുവരാൻ പറഞ്ഞ് വീണ്ടും ആടിന്റെ അടുത്തേക്ക് തള്ളിവിടും. ഹിന്ദിക്കാരനെ അവിടെയെങ്ങും കാണാത്തത് കൊണ്ട് തന്നെ ആടിനെ മേയ്ക്കലും നജീബിന്റെ തലയിലേക്ക് വരുന്നു. കഷ്ടപ്പെട്ട് അതിനെ മേയ്ക്കുന്നതിനിടയിൽ മുട്ടനാടുകൾ വന്ന് നജീബിനെ ഇടിച്ചിടും. അങ്ങനെ ബോധം പോയി കിടക്കുന്ന നജീബിന് അറബി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കുടിക്കാൻ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും പണി ചെയ്യിപ്പിക്കും. പതിയെ നജീബും ആടുകൾക്കൊപ്പം ജീവിച്ചു തുടങ്ങുന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞൊരു നാൾ അവിടെ എത്തിയ ഒരു വണ്ടിയുടെ ഗ്ലാസ്സിൽ തൻ്റെ രൂപം കാണുന്ന നജീബ് ഞെട്ടിപ്പോകും. താടിയും മുടിയുമൊക്കെ വളർന്ന് ആകെ കോലം കെട്ട രൂപം. കഴിയുമായിരുന്നില്ലെങ്കിലും നജീബും ആ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. ദൈവത്തെ പോലും ചില അവസരങ്ങളിൽ അവൻ വെറുത്തു പോകുന്നു. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാകുന്നതോടെ നജീബ് ആത്മഹത്യ ചെയ്യാനായി തുടങ്ങും. അങ്ങനെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നു. ഒരാളുടെ ശവശരീരം കുറച്ച് കഴുകന്മാർ കൊത്തിവലിക്കുന്നു. നജീബ് വേഗം അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അത് അവിടെ നിന്നും കാണാതായ ആ പ്രായമായ ഹിന്ദിക്കാരൻ്റെ ജഡമായിരുന്നു. പെട്ടെന്ന് കഴുകന്മാർ നജീബിനെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഒരുവിധം അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. നാട്ടിലെ ഓർമ്മകളുടെ ശേഷിപ്പായ അച്ചാർ കുപ്പി ഏകദേശം ഒഴിയാറായിരുന്നു. അതിൽ നിന്ന് അല്പമെടുത്ത് കഴിക്കുന്നതോടെ ജീവിക്കണമെന്നും നാട്ടിലേക്ക് പോകണമെന്നുമൊക്കെ നജീബ് ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ പിറ്റേന്ന് ആടുകളെ മേയ്ക്കാൻ പോകുന്നതിനിടെ അറബിയുടെ കണ്ണു വെട്ടിച്ച് നജീബ് ആടുകളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. എന്നാൽ അവിടമാകെ അറബിയുടെ നിരീക്ഷണമുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നജീബിന്റെ കാല് തോക്കുമായി ഓടിവരുന്ന അറബി തല്ലി ഓടിക്കുന്നു. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന നജീബിന്റെ ആഗ്രഹവും പൊലിയുന്നു. നജീബ് തൻ്റെ ആടുജീവിതം വീണ്ടും തുടരും. ഒരിക്കൽ ആടുമേയ്ക്കാൻ പോകുന്ന നജീബ് വളരെ അപ്രതീക്ഷിതമായി ഹക്കീമിനെ കണ്ടുമുട്ടുന്നു. അപ്പോഴേക്കും നജീബ് തിരിച്ചറിയാൻ കഴിയാത്ത കോലത്തിലായിരുന്നു. ഹക്കീമും അതെ. കാലങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ട സന്തോഷം രണ്ടുപേരും പങ്കുവെക്കുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന ചിന്ത രണ്ടുപേരിലും ഉദിക്കുന്നു. അപ്പോഴേക്കും ഹക്കീമിന്റെ അറബി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോകും. അടുത്ത ദിവസവും അവര് തമ്മിൽ കാണുന്നു. ഹക്കീം എന്തോ ഒരു കുറിപ്പ് നജീബിനായി അവിടെ വെക്കുന്നു. അതിൽ ഹക്കീമിന്റെ കൂടെ ജോലിക്കൊരു ആഫ്രിക്കക്കാരനുണ്ടെന്നും അയാൾക്ക് ആ സ്ഥലമൊക്കെ നന്നായി അറിയാമെന്നും അയാൾ സഹായിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്നുമൊക്കെ ആയിരുന്നു ഹക്കീം എഴുതിയിരുന്നത്. ഇതാണ് ഹക്കീം പറഞ്ഞ ആഫ്രിക്കക്കാരൻ ഇബ്രാഹിം ഖാദിരി. അങ്ങനെ അവര് 3 പേരും ഒരു ദിവസം പരസ്പരം കാണുന്നു.
അടുത്ത ദിവസം അവരുടെ വലിയ മുതലാളിയുടെ മകളുടെ നിക്കാഹാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയം രക്ഷപ്പെടാമെന്ന് ഖാദിരി പ്ലാൻ ചെയ്തതായി ഹക്കീം നജീബിനോട് പറയുന്നു. നജീബിന് അത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ എല്ലാവരും നിക്കാഹിന് പോകുന്ന സമയം നജീബ് അവിടെ നിന്നും രക്ഷപ്പെടാൻ തയ്യാറാകുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഹക്കീമും ഖാദിരിയും എത്തും. അങ്ങനെ ആടുകളോടും മറ്റും യാത്ര പറഞ്ഞ് നജീബും ഖാദിരിയും ഹക്കീമും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി തുടങ്ങുന്നു. രാത്രിയാകും മുമ്പ് റോഡിലെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും അത് സാധിക്കുന്നില്ല. അങ്ങനെ ഓടി രക്ഷപ്പെടുന്നതിനിടെ വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ വഴിയിൽ കണ്ട ഒരു കൂടാരത്തിൽ നിന്ന് ഇബ്രാഹിം വെള്ളമെടുക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന്റെ മുതലാളി കാണുന്നതോടെ വീണ്ടും മൂവർ സംഘം യാത്ര തുടരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കുന്നു. പക്ഷേ അവർക്ക് റോഡ് കണ്ടെത്താനാകുന്നില്ല. ചുറ്റോടു ചുറ്റും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു പരന്നു കിടക്കുന്ന മണല് മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. അവർ വീണ്ടും അങ്ങനെ യാത്ര തുടരും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ യാത്ര പോകുന്നതിനിടയിൽ വളരെ ദൂരെ വെള്ളമുണ്ടെന്ന ഒരു തോന്നൽ ഹക്കീമിന് വരുന്നു. തൊട്ടടുത്ത് ഒരു ഒട്ടകം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടകം വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് കരുതി ഹക്കീം അവിടേക്ക് ഓടിച്ചെല്ലുമെങ്കിലും തുള്ളി വെള്ളം കിട്ടാതെയോ മറ്റോ ചത്ത ഒരു ഒട്ടകത്തെയാണ് അവൻ കാണുന്നത്. അത് കണ്ട് അവൻ പേടിച്ചു പോകുന്നു. അങ്ങനെ വീണ്ടും അവര് യാത്ര തുടരുന്നു. ഒരുതരം വിഷപ്പാമ്പുകൾ അവരുടെ അടുത്തേക്ക് പാഞ്ഞു വരും. കടിയേറ്റാൽ തൽക്ഷണം മരിച്ചു പോകുന്ന അത്ര വിഷമുള്ള മരുഭൂമിയിൽ മാത്രം കാണുന്ന ഒരുതരം പാമ്പായിരുന്നു അത്. അതിൽ നിന്നും ഒരുവിധം അവര് രക്ഷപ്പെടുന്നു. അങ്ങനെ ആ ദിവസവും കഴിയുന്നു. പിറ്റേന്ന് യാത്ര തുടരാൻ ശ്രമിക്കുമെങ്കിലും ചെരുപ്പിടാതെ നടന്നതുകൊണ്ട് തന്നെ നജീബിന്റെ കാലിനടി മുഴുവൻ പൊള്ളി കുടുന്നിരിക്കുകയായിരുന്നു. ഇബ്രാഹിം ഇത് കാണുന്നതും ഒന്നും നോക്കാതെ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഊരി നജീബിന്റെ കാൽപാദങ്ങൾ മൂടിക്കെട്ടും. വീണ്ടും അവര് യാത്ര തുടരും. എന്നാൽ റോഡ് കണ്ടെത്താൻ മാത്രം കഴിയുന്നില്ല. ഇതിനിടെ ഹക്കീമിന്റെ മനോനില തന്നെ തെറ്റിയ അവസ്ഥയിലാകുകയും അവൻ ഇബ്രാഹിമിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും അവർ മുന്നോട്ട് ഒരുവിധം നടന്നു നീങ്ങുന്നതിനിടെ ഹക്കീം ബോധമില്ലാതെ വീഴുന്നു. ഹക്കീമിനെയും ചുമന്ന് ഇബ്രാഹിം പുറകെ വേച്ച് നജീബും നടന്നു നീങ്ങും. തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരടി വെക്കാനാവില്ലെന്ന അവസ്ഥയിൽ നജീബ് എത്തുന്നു. അപ്പോഴേക്കും നജീബിനെയും ഹക്കീമിനെയും ഒരു ദൈവത്തെ പോലെ ഇബ്രാഹിം പരിചരിക്കുന്നുണ്ട്. അങ്ങനെ ആ ദിവസവും അവസാനിക്കാറാകുമ്പോഴും അവർക്ക് റോഡ് കണ്ടെത്താൻ മാത്രം കഴിഞ്ഞിരുന്നില്ല. ഇടയ്ക്കെപ്പോഴോ ബോധം വീഴുന്ന ഹക്കീം ദൂരെ വലിയ കെട്ടിടങ്ങളുള്ള ഒരു പട്ടണം കാണുന്നു. അങ്ങനെ പട്ടണം കാണുന്നതോടെ അവൻ ഇബ്രാഹിമിന്റെ അടുത്തു നിന്ന് ഓടിപ്പോകുന്നു. പുറകെ നജീബും ഇബ്രാഹിം. എന്നാൽ അതവന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു, ഒരു തരം ഇല്യൂഷൻ. അങ്ങനെ ഓടിച്ചെന്ന് വീഴുന്ന ഹക്കീം കുറെ മണ്ണ് വാരി വീഴുന്നു. ഇബ്രാഹിം ചെന്ന് പിടിക്കുമ്പോൾ അവനെയും ഹക്കീം ഉപദ്രവിക്കുന്നു. ശേഷം രക്തം ഛർദ്ദിച്ച് അവൻ മരിക്കുകയും ചെയ്യും. ഹക്കീമിന്റെ മരണത്തിന്റെ ഷോക്കിൽ അങ്ങനെ നജീബ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടമാകെ പൊടിക്കാറ്റ് വീശാൻ തുടങ്ങും. അതോടെ ഹക്കീമിന്റെ ശവം ഉപേക്ഷിച്ച് അവർക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതായും വരുന്നു. എത്ര ഓടാൻ ശ്രമിക്കുന്നുവെങ്കിലും അവര് ആ മണൽക്കാറ്റിൽ പെട്ടുപോകുന്നു. ഏറെ നേരത്തിന് ശേഷം മണൽക്കാറ്റ് അടങ്ങുമ്പോൾ മണ്ണിൽ പൂഴ്ന്ന നിലയിലായിരുന്നു ഇബ്രാഹിമും നജീബും. അങ്ങനെ ആ ദിവസവും ഏകദേശം അവസാനിക്കും. പിറ്റേന്നും അവര് യാത്ര തുടരും. എന്നാൽ നജീബിന്റെ കാലാകെ പൊട്ടിയടർന്ന് ഒരടി പോലും വെക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അതോടെ ഇബ്രാഹിം തന്റെ ചെരുപ്പൂരി നജീബിന്റെ കാലുകളിൽ ഇട്ടുകൊടുക്കും. പെട്ടെന്ന് ഇബ്രാഹിം അവിടെ ഒരു പല്ലിയെ കാണുന്നു. അതോടെ തൊട്ടടുത്ത് വെള്ളത്തിന്റെ സാമീപ്യമുണ്ടെന്ന് ഇബ്രാഹിമിന് മനസ്സിലാകും. വെള്ളമുണ്ടെന്ന് ഇബ്രാഹിം പറയുന്നതോടെ നജീബ് ഒന്നും നോക്കാതെ അങ്ങോട്ടേക്ക് പാഞ്ഞു പോകുന്നു. ഒരു ചെറിയ കുളവും തൊട്ടടുത്ത ഈന്തപ്പനകളുമായിരുന്നു അവര് കാണുന്നത്. അവിടുന്ന് അവര് ആവോളം വെള്ളം കുടിക്കും. കിട്ടുന്ന ഈന്തപ്പഴം കഴിച്ച് വിശപ്പും ദാഹവും അടക്കി രണ്ടാളും വീണ്ടും യാത്ര തുടരും. ഇതിനിടെ അവര് മണലിലൂടെ പോയ ഏതോ ഒരു വണ്ടിയുടെ ടയർ മാർക്ക് കണ്ട് അത് പിന്തുടരുമെങ്കിലും റോഡ് മാത്രം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. അവര് വീണ്ടും നിരാശരായി യാത്ര തുടരും. അന്നും രാത്രിയാകുമെങ്കിലും പിറ്റേന്ന് നേരം വെളുത്ത് നജീബ് നോക്കുമ്പോൾ ഇബ്രാഹിം ഖാദിരിയെ കാണുന്നില്ല. ഒരു കുപ്പി വെള്ളം ശേഖരിച്ച് നജീബിന് കാണത്തക്ക രീതിയിൽ ഇബ്രാഹിം വെച്ചിട്ട് അവൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നജീബ് ഒറ്റയ്ക്ക് ഒരു കുപ്പി വെള്ളവുമായി യാത്ര തുടരുന്നു. ഇബ്രാഹിമിന്റെ കൂട്ടുകൂടി ഇല്ലാതാകുന്നതോടെ നജീബ് നന്നേ അവശനാകുന്നു. എങ്കിലും അവൻ യാത്ര തുടരും. ഒടുവിൽ ഒരു സ്ഥലത്ത് നജീബ് ബോധം കെട്ട് വീഴുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു റോഡ്. അങ്ങനെ അതുവഴി വരുന്ന വണ്ടികൾക്ക് നജീബ് കൈ കാണിക്കുമെങ്കിലും ആരും വണ്ടി നിർത്തില്ല. പിറ്റേന്നും ആ റോഡിലൂടെ തന്നെ നജീബ് മുന്നോട്ട് നടക്കവേ ഒരു കാറ് നിർത്തുന്നു. ദൈവദൂതനെ പോലെ ഒരു അറബി വണ്ടിയിൽ നിന്നിറങ്ങി നജീബിനെ കാറിൽ കയറ്റി കൊണ്ടുപോകും. അയാൾ നജീബിന് കുടിക്കാൻ വെള്ളം കൊടുക്കുകയും ശേഷം ഒരു സിറ്റിയിൽ കൊണ്ട് വിടുകയും ചെയ്യുന്നു. എന്നാൽ എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ നിശ്ചയമില്ലാതെ നജീബ് സിറ്റിയിലാകെ അലഞ്ഞു നടക്കും. ഒരു ഭ്രാന്തനെ പോലെ തോന്നുന്നത് കൊണ്ട് തന്നെ നജീബിനെ എല്ലാവരും ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങും. നടന്നു പോകവേ നജീബ് ഒരിടത്ത് വീണുപോകുന്നു. അതിന് തൊട്ടപ്പുറത്തായി മലബാർ എന്നൊരു മലയാളി ഹോട്ടലായിരുന്നു. കുഞ്ഞിക്ക എന്നൊരാളായിരുന്നു അതിൻ്റെ ഓണർ. അവിടെ വന്ന് ഇത്തരത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള പല മലയാളികളെയും രക്ഷിക്കുന്ന ഒരാളാണ് കുഞ്ഞിക്ക.
കുഞ്ഞിക്ക നജീബിനെ കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി മനുഷ്യക്കോലത്തിലാക്കുന്നു. ശേഷം അയാൾ ആരെയൊക്കെയോ വിളിച്ച് നജീബിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ നമ്പർ തപ്പിയെടുത്ത് ഫോൺ വിളിക്കുന്നു. സൈനു അവിടെ വന്ന് നജീബിന്റെ കോളിനായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്ക ഫോൺ വിളിച്ച് നജീബിന്റെ കയ്യിൽ കൊടുക്കും. ഫോണിലൂടെ സൈനുവിന്റെയും മകൻ നബീലിന്റെയും ശബ്ദം കേട്ട് മറുപടി പോലും പറയാനാകാതെ നജീബ് കരഞ്ഞു പോകുന്നു. ശേഷം നാട്ടിലേക്ക് പോകാനുള്ള ഔട്ട് പാസ് അടിച്ചു കിട്ടുന്നതിനു വേണ്ടി അതിന്റെ ഫോർമാലിറ്റിക്കായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന നജീബ് അവിടെ ക്രിമിനൽ ലിസ്റ്റിൽ ഇബ്രാഹിം ഖാദിരിയുടെ ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോകും. കാരണം പുറം ലോകത്തിന് ഇബ്രാഹിം ഖാദിരി ക്രിമിനൽ ആയിരുന്നെങ്കിലും നജീബിന് അയാൾ ദൈവമായിരുന്നു. അടുത്ത സീനിൽ പാസ്പോർട്ടും ഇക്കാമയും ഒന്നുമില്ലാത്തവരെ ഔട്ട് പാസ് അടിച്ചു വിടുന്നതിന് മുൻപ് സ്പോൺസർമാർ വന്ന് കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. സ്പോൺസർമാരുടെ കണ്ണുവെട്ടിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്പോൺസർമാർ വന്ന് തിരികെ കൂട്ടിക്കൊണ്ടുപോകും. ആ തിരിച്ചറിയൽ പരേഡിനിടെ നജീബിനെ ഉപദ്രവിച്ച അറബി അവിടേക്ക് വരികയും അവനെ തിരിച്ചറിയുകയും ചെയ്യുമെങ്കിലും കൂട്ടിക്കൊണ്ടു മാത്രം പോകുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. ശരിക്കും അത് നജീബിന്റെ സ്പോൺസർ ആയിരുന്നില്ല, മറ്റാരുടെയോ പകരത്തിനാണ് അറബി ഇത്ര നാളും നജീബിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷം അവിടെ നിന്നും ഔട്ട് പാസ് കിട്ടുന്ന നജീബ് വെറും കൈയോടെ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനായി നാട്ടിലേക്ക് തിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്.